പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വയനാട് പുൽപ്പള്ളിയിൽ ആദിവാസിയെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാൻ വനം വകുപ്പിന്റെ നിർദ്ദേശം. കൂടുവച്ച് പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കാനാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ ക്യാമറ ട്രാപ്പുകൾ അടക്കം സ്ഥാപിച്ച കടുവയെ നിരീക്ഷിക്കും. മരിച്ച കൂമന്റെ മക്കൾക്ക് പ്രഖ്യാപിച്ച 6 ലക്ഷം രൂപ ഉടൻ കൈമാറും. മകന് ജോലി നൽകുന്നത് പരിഗണിക്കാവുമെന്നും കുടുംബവുമായി DMA നടത്തിയ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. ഇതേ തുടർന്ന് നാട്ടുകാർ നടത്തിവന്ന പ്രതിഷേധം അവസാനിപ്പിച്ചു. നേരത്തെ കൂമന്റെ പോസ്റ്റ്മോർട്ടത്തിൽ സഹകരിക്കില്ല എന്ന നിലപാടിലായിരുന്നു കുടുംബം. ചർച്ചയിൽ ധാരണയായതോടെ കൂമന്റെ പോസ്റ്റ്മോർട്ടം ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ തുടങ്ങി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് മൃതദേഹം സംസ്കരിക്കും. ഇന്നലെ ഉച്ചയ്ക്കാണ് വണ്ടിക്കടവ് ചെത്തിമറ്റത്ത് ഉൾവനത്തിൽ വിറക് ശേഖരിക്കാൻ പോയ കൂമൻ എന്ന മാരനെ കടുവ പിടിക്കുന്നത്. വിറക് ശേഖരിക്കുന്നതിനിടെ ആക്രമണം നടത്തിയ കടുവ മാരനെ വലിച്ചിഴച്ച് ഉൾവനത്തിലേക്ക് കൊണ്ടുപോവുകയായി. വയനാട് പുൽപ്പള്ളിയിലാണ് ആദിവാസിയെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാൻ ഇപ്പോൾ വനം വകുപ്പിന് നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. കൂടുവച്ച് പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ക്യാമറ ട്രാപ്പുകളടക്കം സ്ഥാപിച്ച കടുവയെ നിരീക്ഷിക്കും. മരിച്ച കൂമന്റെ മക്കൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന 6 ലക്ഷം രൂപ ഉടൻ കൈമാറും. മകന് ജോലി നൽകുമെന്ന് പരിഗണനയിലാകുമെന്നും കുടുംബവുമായി ADM ഇപ്പോൾ നടത്തിയ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. ഇതേ തുടർന്ന് നാട്ടുകാർ നടത്തിയ വലിയൊരു പ്രതിഷേധം അവസാനിച്ചിരുന്നു. ഇന്നലെയും കൂമന്റെ മൃതദേഹം സംഭവ സ്ഥലത്തുനിന്ന് കൊണ്ടുപോകാൻ നാട്ടുകാർ സമ്മതിച്ചില്ല. കാരണം ഇതൊരു തുടർക്കഥയാവുകയാണ്. ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ പൊലിയുന്നത് തുടർക്കഥയാവുന്നതിനെ തുടർന്ന് കൂമന്റെ മൃതദേഹം ഇന്നലെ അവിടെ നിന്ന് മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചില്ല. അതിനെ തുടർന്നാണ് ADMുമായി ഇപ്പോൾ ഒരു ചർച്ചയൊക്കെ നടത്തി ധാരണയായിരിക്കുന്നത്. മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കൂമന്റെ മക്കൾക്ക് ഒരു ജോലി നൽകുന്നതും അതോടൊപ്പം തന്നെ 6 ലക്ഷം രൂപ ഉടൻ കൈമാറും എന്നൊരു വിവരം കൂടി ഈ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. ഇതേ തുടർന്നാണ് നാട്ടുകാർ നടത്തി വന്നിരുന്ന പ്രതിഷേധം അവർ അവസാനിപ്പിച്ചത്. നേരത്തെ കൂമന്റെ പോസ്റ്റ്മോർട്ടത്തിൽ സഹകരിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു കുടുംബം. എന്നാൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് മൃതദേഹം സംസ്കരിക്കും. ഇന്നലെ ഉച്ചയ്ക്കാണ് വണ്ടിക്കടവ് ചെത്തിമറ്റത്ത് ഉൾവനത്തിൽ സഹോദരിയോടൊപ്പം വിറക് ശേഖരിക്കാൻ പോയ കൂമൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്.